ഇപ്പോൾ ഒത്തിരി യൂട്യൂബേഴ്സ് ദിലീപിന് എതിരെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ദിലീപിൻ്റെ എതിരെ ചെയ്യാനും തെറ്റിനെതിരെ ചെയ്യാനും ശരിക്കെതിരെ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ചില യൂട്യൂബേഴ്സ് ഒന്നും അറിയാതെ അല്ലെങ്കിൽ എന്താ നടക്കുന്നത് എന്നറിയാതെ ഈ പ്രോസിക്യൂഷനെ സൈഡ് ചെയ്തുകൊണ്ട് കോടതിയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ സത്യത്തിനെ വളച്ചൊടുക്കുകയാണോ അതോ ജഡ്ജിമെൻറ്റ് വായിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു യൂട്യൂബറിൻ്റെ ചാനൽ നോക്കിയപ്പോൾ അദ്ദേഹം തികച്ചും ഒരു ഹിന്ദു വിരോധി അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പുള്ളി പറയുകയുണ്ടായി, ദിലീപിൻ്റെ കയ്യിൽ നിന്നും ഒരു 4 ഫോട്ടോ അല്ലെങ്കിൽ 4 വീഡിയോ ക്ലിപ്പ് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കിട്ടി. അപ്പോൾ അതിനെപ്പറ്റി കോടതിയിൽ ആരാഞ്ഞപ്പോൾ കോടതി അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. അങ്ങനെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ ഫോണുകൾ പ്രോസിക്യൂഷൻ പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആ കൂട്ടത്തിൽ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണും ഉണ്ടായിരുന്നു. ആ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടാത്ത 4 ഇമേജുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. മെമ്മറി കാർഡ് വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൃത്യം നടന്ന മാസങ്ങൾക്കകം പ്രതി കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നിർണായകമായ രേഖയാണ് ഈ 4 ഇമേജുകൾ. ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു വിഷ്വല് ദിലീപിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത് പൾസർ സുനി ഈ പെൻഡ്രൈവ്, അതായത് പീഡിപ്പിക്കപ്പെട്ട ആ ഒരു സീൻ പെൻഡ്രൈവിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ലക്ഷ്യയിൽ കൊടുത്തു. അത് കണ്ടതിന് ശേഷം റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു 4 വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ ക്ലിപ്പ് ആണ് ദിലീപിൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് വ്യാജമായിട്ട് അല്ലെങ്കിൽ സത്യം അറിയാതെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്ന് പോലും അറിയാതെ പ്രചരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ അറിയാതെ വായിക്കാതെ അവിടുന്ന് കുറച്ച് ഭാഗം ചില ചാനലിൽ നിന്ന് കണ്ട് അവിടുന്ന് വേറെ കുറച്ച് ഭാഗം വേറെ ചാനലിൽ നിന്നും കണ്ട് കുറച്ച് ടി വിയിൽ നിന്നും കണ്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് അവരുടേതായ തന്നെ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കോടതി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ ഈ തെറ്റ് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ഇവരെ വിലക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഈ സത്യത്തിൽ എന്താണ് അത് നടന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. സത്യം പറഞ്ഞാൽ ഇവിടെ ദിലീപിൻ്റെ അനിയൻ PW 182 അനൂപിൻ്റെ കയ്യിൽ നിന്നും ഒരു 4 ഇമേജസ് അന്വേഷണ സംഘത്തിന് 2022 കണ്ടുകിട്ടി. അതായത് PW 222 ഈ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, മരിച്ചുപോയ ബാലചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുള്ളി പറഞ്ഞത് ദിലീപിൻ്റെ അനിയൻ്റെ പക്കൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് അന്വേഷണ സംഘം ഒന്ന് നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 അനൂപിൻ്റെ ഫോൺ എടുക്കുകയുണ്ടായി. അനൂപിൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ നിന്നും 4 ഇമേജസ് പോലീസ് കണ്ടെത്തി. ആ ഇമേജസിനെ പറ്റിയാണ് ഇവർ ഈ പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് ഇമേജസ് അല്ല, അത് ഒരു വിഷ്വൽ ട്രാൻസ്ക്രിപ്ഷനാണ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റാണ്. ഈ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫോട്ടോയാണ് അല്ലെങ്കിൽ 4 ഫോട്ടോയാണ് ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്നും അന്വേഷണ സംഘത്തിന് 2022 കണ്ടെത്താൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല, എന്നാലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ട്രാൻസ്ക്രിപ്ഷൻ, വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത്. ഞാൻ പറയാം. ഇപ്പം ശ്രീനിവാസൻ ഒരു സിനിമ തിരക്കഥ സംഭാഷണം എഴുതിയെന്ന് വെച്ചു. ഈ തിരക്കഥ സംഭാഷണമാണ് സിനിമയാകുന്നത്. ഇതിൻ്റെ നേരെ വിപരീതമാണ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആ സിനിമയെ ഒരു എഴുത്ത് രൂപേണ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ അല്ലെങ്കിൽ ടൈം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. ആ എഴുത്ത് വായിക്കുമ്പോൾ ഏകദേശം ആ സിനിമയെ പറ്റി അറിയാൻ പറ്റും. ഇതിനാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റാണ്, വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റാണ് ഈ അനൂപ് PW 182 കയ്യിൽ നിന്നും അന്വേഷണ സംഘത്തിന് 2022 കണ്ടെത്താൻ സാധിച്ചത്.
അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്തിനെ പറ്റിയാണ് എന്നുള്ളൊരു ചോദ്യം വരും ഇല്ലേ, സ്വാഭാവികം. അപ്പോൾ അതിൻ്റെയുള്ള ഉത്തരമാണ് പെൻഡ്രൈവ്, അതായത് കോടതിയിൽ ഇരിക്കുന്ന രേഖ, ആ മെമ്മറി കാർഡിൻ്റെ എക്സിബിറ്റ് P262. അപ്പോൾ അതിനകത്ത് 8 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. Q1 to Q8 ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ എല്ലാം കൂടെ കണ്ട് അത് 4 ഭാഗമായിട്ട് Q9 to Q12 ആയിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത ഒരു 4 പേജാണ് ഈ 4 ഫോട്ടോ അല്ലെ 4 ഇമേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു വിഷ്വൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നത് എങ്ങനെയാണ്. കാര്യം ഇത് എഴുതിയെടുക്കണമല്ലോ, ഈ വീഡിയോ കണ്ടതിന് ശേഷം വേണമല്ലോ ഇത് എഴുതിയെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെ നടന്നു എന്ന് നമുക്ക് നോക്കാം. പ്രോസിക്യൂഷൻ്റെ വാദം ഒന്നാണ്, ശരിക്കും സത്യം എന്ന് പറയുന്ന നടന്ന കാര്യം വേറൊന്നാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം. പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഈ സംഭവം 17-ാം തീയതി 2017 ഫെബ്രുവരി മാസം നടക്കുന്നു. അതിനുശേഷം 26-ാം തീയതിയാണ് പൾസർ സുനിയെ പിടിക്കുന്നത്. അപ്പോൾ 22-ാം തീയതി പൾസർ സുനി അക്യൂസ്ഡ് നമ്പർ 1-ഉം ഒരു 4ാമത്തെ പ്രതിയും കൂടെ ചേർന്ന് ലക്ഷ്യ എന്ന് പറയുന്ന കാവ്യാമാധവന്റെ സ്ഥാപനത്തിൽ ചെന്നു ഈ ഒരു മെമ്മറി കാർഡ് കൊടുത്തു. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ഒരു ക്ലോൺ ദിലീപ് എടുത്തു. ആ ദിലീപ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപും ഫാമിലിയും അഡ്വക്കേറ്റ്സും എല്ലാം കൂടെ കൂട്ടത്തോടെ കണ്ട് അത് എൻജോയ് ചെയ്ത് അതിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഇതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. സത്യത്തിൽ എന്താണ് ഇവിടെ നടന്നത് എന്ന് നമുക്ക് നോക്കാം. കാര്യം ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം ഈ ഒരു മെമ്മറി കാർഡിലെ വീഡിയോ കണ്ടതിന് ശേഷമേ എഴുതാൻ പറ്റുള്ളൂ. ഈ സംഭവം എങ്ങനെ, അല്ലെങ്കിൽ ഈ ട്രാൻസ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടാക്കി? അതിനു മുമ്പ് PW261 ബൈജു പൗലോസ്, അദ്ദേഹമാണ് ഈ ഒരു കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ബൈജു പൗലോസ് 11/12/2017 തീയതി ഒരു അപേക്ഷ കോടതിക്ക് സമർപ്പിച്ചു. അപേക്ഷ എന്ന് പറഞ്ഞാൽ CW21 എന്നാണ്. ഈ അപേക്ഷയിൽ പറയുന്നത് ഈ അക്യൂസ്ഡ് 8-നെ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു പെൻഡ്രൈവിൻ്റെ വിഷ്വൽസ് കാണാനുള്ള അനുവാദം കൊടുക്കണം എന്നുള്ളതാണ്. അതായത് C21. ഈ ബൈജു പൗലോസ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ദിലീപിൻ്റെ വക്കീലും രാമൻ പിള്ളയും ഫിലിപ്പ് വർഗീസും കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ കോടതി 15/12/2017 ഈ ഒരു പെൻഡ്രൈവിലുള്ള വിഷ്വൽസ് കാണാൻ അനുവാദം കൊടുക്കുന്നു. അനുവാദം കൊടുക്കുന്നത് എങ്ങനെയാണ്? JFMC കോടതിക്കകത്ത് മജിസ്ട്രേറ്റ്, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രസൂൺ ബാബു, PW228 അഡീഷണൽ അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, മജിസ്ട്രേറ്റ് ഉണ്ട്, ദിലീപുണ്ട്, ദിലീപിൻ്റെ 2 വക്കീലുണ്ട്. ഈ ദിലീപിൻ്റെ 2 വക്കീൽ രാമൻ പിള്ളയും ഫിലിപ്പ് ടി വർഗീസും അവരെ ഈ ഒരു വീഡിയോ കാണാൻ കോടതി അനുവദിക്കുന്നു. 1 മണിക്കൂർ അനുവാദമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ദിലീപിൻ്റെ വക്കീലും ഈ വീഡിയോ കാണുകയും അവിടെ വെച്ച് ദിലീപിൻ്റെ വക്കീൽ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഈ 1 മണിക്കൂറും കൊണ്ട് ഇത്രയും ദൈർഘ്യമായിട്ടുള്ള ഒരു വലിയ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് വരെ ചില ചാനലുകൾ പറഞ്ഞിട്ടുണ്ട്. ചില യൂട്യൂബേഴ്സൊക്കെ പറയുകയുണ്ടായി, ഫോറൻസിക്കിലെ ആൾക്കാർ വരെ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കണമെങ്കിൽ മിനിമം 48 മണിക്കൂർ വേണമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് സത്യത്തിനെ വഴി തിരിച്ച് വിടുകയാണ്, അല്ലെങ്കിൽ സത്യത്തിനെ അസത്യമാക്കി ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ സംഭവം തുടങ്ങുന്നത് 9 മണിക്ക് തുടങ്ങുന്നതും തിരിച്ച് 10:45 ഈ നടി ലാലിൻ്റെ വീട്ടിലെത്തുകയും ഉണ്ടായി. അതായത് 1.5 മണിക്കൂറേ നടന്നു,
10:45 ലാലിൻ്റെ വീട്ടിലെത്തുന്നത്. അതായത് 1.25 മണിക്കൂറേ എടുത്തുള്ളൂ. അതിനോടിടയ്ക്ക് 10 മണിക്ക് ശേഷമാണ്, 10:15 ശേഷമാണ് ഈ പീഡിപ്പിച്ച പൾസർ സുനി ആ വണ്ടിക്കകത്ത് കയറുന്നത്. ആകപ്പാടെ കൂടിപ്പോയ ഒരു 5-6 മിനിറ്റ് ഉള്ള ഒരു സീനാണ് ഈ സാധനം. ഈ ഒരു സീന് 8 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ജോണി സിങ്ങിൻ്റെ മുഴുനീളം വീഡിയോസ് ഒന്നുമല്ല. ഇത് ഒരു 6-5 മിനിറ്റുള്ള ഒരു വീഡിയോയുടെ ട്രാൻസ്ക്രിപ്ഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ നടന്നത് 2017 ഇത് കോടതിക്ക് മുൻപിൽ വരുന്നത്, ഇത് ഒരു അലിഗേഷനായിട്ട് പ്രോസിക്യൂഷൻ കണ്ടെത്തുന്നത് 2022 ഇത് കണ്ടെത്താൻ കാര്യം എന്താണ്? ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കള്ള ഡയറക്ടർ പറയുകയുണ്ടായി, ഇങ്ങനെയൊരു ഫോട്ടോ അല്ലെങ്കിൽ വിഷ്വൽസ് അല്ലെങ്കിൽ ഓഡിയോസ് ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഇത് ഓഡിയോയോ വീഡിയോയോ ഒന്നുമല്ല, ഇതൊരു വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റാണ്. ഞാൻ വ്യക്തമായിട്ട് വായിച്ച് കേൾപ്പിക്കാം. ഇത് ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള, ശ്രീ ഫിലിപ്പ് ടി വർഗീസ്, along with the accused at Dilip, inspected the content of visual at Judicial First Class Magistrate Angamali. Advocate Philip prepared the transcript of the visual. Advocate Philip prepared the transcript of the visual. Advocate Philip handed over to the said transcript to DW3. അതായത് DW3 എന്ന് പറയുന്നത് ഒരു പെൺ അഡ്വക്കേറ്റാണ്, ഫിലിപ്പിൻ്റെ ജൂനിയറാണ്. അപ്പോൾ ആ മാഡത്തിന് കൊടുത്തു. ആ മാഡം ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് എഴുതി. അത് അനൂപ് ഫോട്ടോ എടുത്ത് അത് ദിലീപിൻ്റെ കൈവശം വെച്ചു. കാര്യം ഇവർ ഫോട്ടോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഇൻ്ററിം ആപ്ലിക്കേഷൻ ഒരു അഡ്വക്കേറ്റ് ഇടുമ്പോഴത്തേക്കിന് എതിർ കക്ഷികൾക്ക് അതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം. അങ്ങനെ പ്രോസിക്യൂഷൻ ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ FSL, മെഡിക്കൽ റെക്കോർഡ്, ഇലക്ട്രോണിക് ഡാറ്റ റെക്കോർഡ്സ്, ഇതൊക്കെ എതിർ കക്ഷികൾക്ക് കൊടുക്കണം. ഇതൊന്നും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ആർക്ക്? ദിലീപിൻ്റെ വക്കീലിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ദിലീപിൻ്റെ വക്കീൽ ഈ CW21 അതായത് ബൈജു പൗലോസിൻ്റെ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇതൊന്ന് കാണണം എന്നൊരു അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെ ജഡ്ജി കാണാൻ അനുവദിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയൊരു ട്രാൻസ്ക്രിപ്റ്റ് മാത്രമാണ്. അപ്പോൾ പിന്നെയും ചോദ്യങ്ങൾ വരികയാണ്. ആര്? ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് പിന്നെയും ചോദ്യങ്ങൾ വരികയാണ്. ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത്, ഈ ട്രാൻസ്ക്രിപ്റ്റ് യഥാർത്ഥമായിട്ടുള്ള വീഡിയോ പിടിച്ചതിന് ശേഷം അത് പൾസർ സുനി ദിലീപിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അത് കണ്ടതിന് ശേഷം ഉണ്ടാക്കിയ ട്രാൻസ്ക്രിപ്റ്റാണ്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച്, യഥാർത്ഥ വീഡിയോ അങ്ങനെ ദിലീപിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് വെച്ചു. അവർക്ക് കഷ്ടപ്പെട്ട് ഈ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നേത്തിനാണ് അവർ ഈ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്? അവരുടെ കയ്യിൽ ഉപ്പോളം വരും ഒപ്പിലിട്ടത്. അവരുടെ ഈ മൊത്തം നീളം വീഡിയോ ഇരിക്കുക. ആ വീഡിയോയ്ക്കകത്ത് നോക്കി സംശയങ്ങൾ കണ്ടെത്തിയാൽ പോരെ? എന്നേത്തിനാണ് ഈ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്? ഒരു മൂള വേണ്ടേ? മൂളയെന്നല്ല, ഇതിനൊക്കെ എന്നതാ പറയുക. കാര്യം അത് കണ്ടതിന് ശേഷം ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിന് വേറെ ഫോണിനകത്ത് ഒളിപ്പിച്ച് ആ ഫോണ് കണ്ടെത്തുകയുണ്ടായി. അപ്പോഴാതാ ഇത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള പിടിപാടുള്ള ദിലീപിന് ഒരു 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഒളിപ്പിച്ച് വെക്കണം. എന്ത് പാട്! അന്വേഷണ സംഘമല്ല, ആര് നോക്കിയാലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ തന്നെ കള്ളത്തരമുണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത്. അപ്പോൾ അവർ പറയുന്നത് ഇത് കണ്ടതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കിയെന്ന്. മറിച്ച് ഈ പ്രോസിക്യൂഷൻ തോറ്റതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം പോലീസ് ഒരു തൊണ്ടി, അതായത് പെൻഡ്രൈവ് കണ്ടെത്തി, പിടിച്ചു. അതിൻ്റെ റെക്കോർഡ്സ്, വീഡിയോ റെക്കോർഡ്സ് എടുത്തു, റിട്രീവ് ചെയ്തു. അത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക്, FSL ലാബിലേക്ക് പോകും. അവിടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഇല്ലേ? കാര്യം ആ വീഡിയോ മൊത്തം കണ്ട് വിശകലനം ചെയ്ത് അതിൻ്റെ പാർട്സ് വെട്ടിത്തിരിച്ച് ടൈം കണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് ഇതൊക്കെ FSL റിപ്പോർട്ടിനകത്തുണ്ട്. FSL റിപ്പോർട്ട് എക്സിബിറ്റ് 262 തോന്നുന്നു. അത് തന്നെ എക്സിബിറ്റ് 262 തോന്നുന്നു.
FSL റിപ്പോർട്ട് അന്നത്തെ, അതായത് 2017 ഇതെല്ലാം തിരിച്ച് ഒരു സാധനം ഉണ്ടാക്കും. അപ്പോൾ അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അല്ലെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഇല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷനാണ്. ആ ട്രാൻസ്ക്രിപ്ഷൻ ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു ഇമേജുമായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷനും ഒന്നാണെങ്കിൽ അത് സത്യമാണ്. കാര്യം എന്നാ, ഒറിജിനൽ ആയിട്ടുള്ള സാധനം തന്നെയാണ് ദിലീപിൻ്റെ കയ്യിലിരിക്കുന്നത്. ഉദാഹരണം ഒരു കാര്യം പറഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ. ഒരു ശ്രീനിവാസൻ്റെ സിനിമ കണ്ടിട്ട് ഒരു 2 പേരോട് അത് എഴുതാൻ പറയുക, അത് ആ സിനിമയെ പറ്റി എഴുതാൻ പറയുക, എന്നിട്ട് ശ്രീനിവാസനോട് എഴുതാൻ പറയുക. അപ്പോൾ ശ്രീനിവാസൻ എഴുതുന്നത് യഥാർത്ഥമായിട്ടുള്ള തിരക്കഥയാണ്, അത് ആ ഒരു ട്രാൻസ്ക്രിപ്റ്റാണ്. നമ്മളൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിന് വ്യത്യാസം വരും. അപ്പോൾ വ്യത്യാസം യഥാർത്ഥവുമായിട്ട് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ചു, അത് കോടതി കണ്ടുപിടിച്ചെങ്ങനെയാണ്? പല ഫോറൻസിക്സ് ലബോറട്ടറിയിലെയും ഉദ്യോഗസ്ഥന്മാരെ പ്രോസിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് അതിൽ നിന്നും കണ്ടെത്തിയതാണ്. അതിനകത്ത് പറയുന്നുണ്ട് PW 192, PW 128, അങ്ങനെയൊക്കെ ഒത്തിരി പേരെ ഫോറൻസിക് ലബോറട്ടറിയിലെ ജോലിക്കാരെ, ഈ FSL റിപ്പോർട്ട് ഉണ്ടാക്കിയവരെ ഒക്കെ ഇതിനകത്ത് കൂട്ടിനകത്ത് കയറി വിസ്തരിച്ചതിന് ശേഷമാണ് കോടതി കണ്ടെത്തിയത് ഈ അനൂപിന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഇമേജസിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് യഥാർത്ഥ ഇമേജുമായിട്ട് വ്യത്യാസമുണ്ടെന്ന്. യഥാർത്ഥ ഇമേജ് ഈ പറയുന്ന യഥാർത്ഥമായി പെൻഡ്രൈവിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിട്രീവ് ചെയ്തിട്ടുള്ള വീഡിയോസ് Q1 to Q8 വരെ ആയിട്ട് MP3 ഫോർമാറ്റിൽ ഉണ്ട്. ഈ ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത് 4 എണ്ണം, അതായത് Q9 to Q12, Q9, Q10, Q11, Q12, അങ്ങനെ 4 സംഭവം. ഈ 4 ട്രാൻസ്ക്രിപ്ഷൻ ഈ 8 വീഡിയോസിൻ്റെ സമ്മറിയാണ്. അതായത് ഈ 8 പാർട്ടിൻ്റെ ഒരു സമ്മറി ഫിലിപ്പ് സാർ എഴുതി തയ്യാറാക്കിയ ആ ഫോട്ടോയാണ് ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫോട്ടോയുടെ ട്രാൻസ്ക്രിപ്ഷനും അല്ലെ ഡിസ്ക്രിപ്ഷനും യഥാർത്ഥമായിട്ട് FSL 262 എക്സിബിറ്റിലെ ട്രാൻസ്ക്രിപ്ഷനും ഡിസ്ക്രിപ്ഷനുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് കോടതി അസന്ദിഗ്ധമായിട്ട് കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവര് ഇതുണ്ടാക്കിയത് 15/12/2017. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ അനൂപിൻ്റെ ഫോണിൽ ഈ ഒരു ഇമേജസ് വന്നത് എന്നാന്ന് വരെ ഫോറൻസിക് ലബോറട്ടറി ആൾക്കാർ കണ്ടെത്തി. അതെന്നാന്ന് പറയാം, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതായത് ഫോറൻസിക് ലബോറട്ടറിയുടെ റിപ്പോർട്ടാണ് എന്നാണ് അനൂപിൻ്റെ ഫോണിൽ വന്നതെന്ന്. അതായത് എക്സിബിറ്റ് P672, എക്സിബിറ്റ് P672 എന്ന് പറയുമ്പോൾ ഈ കേസ് 2022 പൊങ്ങിയത്. എങ്ങനെ? ബാലചന്ദ്രൻ എന്ന് പറയുന്ന കള്ളൻ പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ആ കേസ് ഒന്നുകൂടെ പൊങ്ങിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാവിധ ഇമേജസിൻ്റെയും FSL റിപ്പോർട്ടിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള എക്സിബിറ്റാണ് എക്സിബിറ്റ് 672. ഈ എക്സിബിറ്റിനകത്ത് വുഡ് ഷോ ദാറ്റ് ദ ഇമേജ് റിട്രീവ്ഡ് ഫ്രം ദ ഫോൺ ഓഫ് PW 182, അതായത് അനൂപ്, വേർ ക്യാപ്ചേർഡ് ഓൺ 30/12/2017 ഫ്രം 11:38 AM to 11:39 AM. Admittedly, the visual were inspected by the counsels and accused number 8 on 15/12/2017 at Judicial First Class Magistrate Court Angamali in the presence of PW 228, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ. വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അനൂപിൻ്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോ എന്നാണ് ഈ എക്സിബിറ്റിനകത്ത് ഫോറൻസിക്കിലെ ലബോറട്ടറിയിലെ ആൾക്കാർ കണ്ടെത്തി എന്നാണ് 30/12/2017. ഇവർ ഈ വീഡിയോ കാണുന്ന എന്നാണ് 15/12/2017. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ രാമൻപിള്ളയും വർഗീസും ലിത DW3യും കൂടെ ചേർന്നിരുന്ന് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കി അത് അനൂപിനെ വിളിച്ച് എടാ കുഞ്ഞ് ഇത് ഫോട്ടോ എടുത്തത് ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് നടന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞ എന്നാണ് ഇത് ഉണ്ടാക്കിയത് സുനിയുടെ കയ്യിൽ നിന്നും ലക്ഷ്യയിൽ കൊടുത്ത ഈ പറയുന്ന മെമ്മറി കാർഡിൽ അതിൽ നിന്നും ഉണ്ടാക്കിയതാണെന്നുള്ളത്.
വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഒരേ ഒരു സാക്ഷിയെ കൊണ്ടുവന്നു. ആ സാക്ഷിയാണ് ഈ പറയുന്ന സുനിയും 4-ാം പ്രതിയും ലക്ഷ്യയിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ മെമ്മറി കാർഡ് ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അപ്പം കോടതിയുടെ മുമ്പിൽ പ്രോസിക്യൂഷൻ 2-3 തരത്തിൽ പൊട്ടുകയാണ്. അപ്പോൾ സത്യത്തിൻ്റെ മുഖം ഒരിക്കലും മായ്ക്കാൻ പറ്റത്തില്ല. അതും കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതായത് കോടതി കണ്ടെത്തിയതാണ്, The court had already considered the evidence of PW 126. ശ്രദ്ധിച്ചോണം, PW 126, the one and only witness by prosecution to prove the alleged transaction which were taken place in Lakshya on 22/2/2017 in connection with the visit of accused number 1 and 4. അതായത് ബാലചന്ദ്രകുമാറും പറഞ്ഞിരിക്കുന്നത് എന്താണ്, 22/2/2017 ഈ വിഷ്വൽ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് ലക്ഷ്യയിൽ കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഈ വിറ്റ്നസ് മുഖാന്തരമാണ്. അപ്പോൾ ആ വിറ്റ്നസ് പറയുന്നത് എന്താണ്, ദിസ് കോർട്ട് ഹാസ് ഓൾറെഡി അറൈവ്ഡ് അറ്റ് ഫൈൻഡിങ് ദാറ്റ് PW 126 himself disposed that accused number 4 only came inside the Lakshya and nothing is stated about the so-called handover of memory card. അതായത് PW 126 പറഞ്ഞു, ഞാൻ ഇവർ കയറി ചെല്ലുന്ന കണ്ടു, പക്ഷേ മെമ്മറി കാർഡ് ഒന്നും കൊടുക്കുന്നതോ എന്തെങ്കിലും കാര്യം കൈമാറ്റം ചെയ്യുന്നതോ ഞാൻ കണ്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിറ്റ്നസിനെ അടിസ്ഥാനമാക്കി യവൻ പറഞ്ഞ ആ ഒരു ഡയറക്ടർ ബാലേന്ദ്രൻ പറഞ്ഞത് പക്കാ നുണയാന്നുള്ളത് പിന്നെയും കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടെല്ലാം ഉപരി ദിലീപും ദിലീപിൻ്റെ വക്കീലും 2018 1-ാം മാസം, 2017 ഇവർ ഈ വീഡിയോ കണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് 2018 1-ാം മാസം ഒരു അപേക്ഷ കൊടുത്തു മജിസ്ട്രേറ്റ് കോടതിയിൽ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലോൺ വേണം, ഈ ഒരു വീഡിയോയുടെ ഒരു ക്ലോൺ വേണം. ആ കേസ് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി വരെ പോയിട്ട് അത് 2019 വിധി വന്നത്. എന്താണ്, ഈ ക്ലോൺ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൗൺസില്, പ്രോസിക്യൂട്ടേഴ്സ്, മജിസ്ട്രേറ്റ് മുൻപാകെ കോടതിയിൽ വെച്ച് അടച്ചിട്ട മുറിയിൽ കാണാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ദിലീപ് ഒന്നുകൂടെ കണ്ടു, ദിലീപിൻ്റെ കൗൺസിൽസ് ഒന്നുകൂടെ കണ്ടു, പ്രോസിക്യൂട്ടറെയും വെച്ച് കണ്ട് അവർ അതിൻ്റേതായ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു ചോദ്യമുണ്ട്, ഈ പ്രോസിക്യൂട്ടർ, മജിസ്ട്രേറ്റ് കോടതിയിലെ പ്രോസിക്യൂട്ടർ 2017 ഈ 12-ാം മാസം ദിലീപിനെ എന്തുകൊണ്ട് അനുവദിച്ചു? ഈ ഒരു എതിർകക്ഷിയെ, പ്രോസിക്യൂഷനെ അറിയിക്കാതെ ഇത് അനുവദിച്ചത് തന്നെ ദിലീപിൻ്റെ പിടിപാടാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. കാര്യം ദിലീപ് 15/12/2017 ഈ വീഡിയോ വക്കീൽ മുഖാന്തരം കണ്ടു. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇത് പ്രോസിക്യൂട്ടറിന് ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. അത് കൊടുത്തില്ല. അതെന്തുകൊണ്ട് എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറഞ്ഞു ഈ പറയുന്ന ദിലീപ് പിടിപാടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപേറ് തന്നെ, അതായത് 22/11/2017 ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, ഇവരെ കാണാൻ അനുവദിക്കണം എന്നുള്ളത്. അപ്പോൾ അന്ന് ഈ കേസ് നോക്കിയിരുന്നത് ഈ പ്രസൂൺ ബാബു എന്ന് പറയുന്ന അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹത്തിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, അദ്ദേഹം ഉണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം നിയമപരമായിട്ട് രീതിയിൽ തന്നെയാണ് ദിലീപും ദിലീപിൻ്റെ അഡ്വക്കേറ്റ്സും ഇത് കണ്ടത്. അപ്പോൾ ഈ ഒരു സത്യസന്ധത അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെയാണ് പല യൂട്യൂബേഴ്സും തെറ്റിദ്ധാരണാജനകമായിട്ട് അല്ലെങ്കിൽ സത്യത്തിനെ മൂടിവെക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം അറിയാതെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് വായിക്കാതെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ വിമർശിക്കുകയും ബഹുമാനപ്പെട്ട കോടതിയുടെ സത്യസന്ധത ചോദ്യം ചെയ്യുന്നതും അത് ശരിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ്
കോടതി അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കണം എന്നാണ് എനിക്കുള്ള ഒരു അഭിപ്രായം. കാര്യം നമ്മുടെ നിയമത്തിന് കുറേ സത്യസന്ധത വേണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു നിയമവശം വേണമല്ലോ. ചുമ്മാ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സംഭവം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട കോടതി സത്യം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൊടുത്ത ഒരു തെളിവാണ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ജഡ്ജ്മെൻ്റാണ് ഇത്. അതിനെ ചലഞ്ച് ചെയ്യാം. ഇനി അവർ പോകുന്നുണ്ട്, അപ്പീലിന് പോകുന്നുണ്ടോ, ആയിക്കോട്ടെ, അതിനെ ചലഞ്ച് ചെയ്യാം. അതതിൻ്റെ നിയമവഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വായിക്കാതെ കുറേ വീഡിയോ കണ്ടിട്ട് അയ്യോ ഈ പറയുന്ന കോടതി കള്ളമാണ്, നുണയാണ്, സത്യമല്ല, പണമുള്ളവരുടെ കൂടെ പോകുന്നു, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പം ഞാൻ ഈ പറയുന്ന ചില ഇടതുപക്ഷ ചിന്താഗതിയുള്ള റാഡിക്കലായിട്ടുള്ള യൂട്യൂബേഴ്സ് സത്യത്തിനെ അങ്ങ് വികൃതമാക്കി കളഞ്ഞേക്കുക. ചില ഒരുത്തനുണ്ട് ഈ പറയുന്ന മമ്മൂട്ടിയുടെ കട്ടിങ് നോക്കിയിട്ട് BGM നോക്കിയിട്ട് ഭയങ്കരമായിട്ട് പറയുന്നത് വളച്ചൊടിക്കുക. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ്, എന്നാൽ ഒരു മര്യാദ വേണ്ടേ, അതൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സത്യത്തിൻ്റെ മുഖം വികൃതമാക്കുന്ന യൂട്യൂബേഴ്സിന് ഒരു നിയന്ത്രണം വേണം. സത്യം എപ്പോഴും സത്യമായിട്ട് തന്നെ നിൽക്കണം. അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കോടതി കണ്ടെത്തിയതെന്താണ് കാര്യം, ഈ 4 ഫോട്ടോ യാതൊരു രീതിയിലും ഈ ബാലചന്ദ്രൻ പറഞ്ഞ കൂട്ടോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കൂട്ടോ ദിലീപിന് പൾസർ സുനി കൊടുത്ത മെമ്മറി കാർഡിൽ നിന്നും ഉണ്ടാക്കിയതല്ലെന്നും കോടതി അസന്ദിഗ്ധമായിട്ട് കണ്ടെത്തുകയാണ്. കണ്ടെത്തിയിട്ട് കോടതിയുടെ വരികൾ എന്താണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 1349 പേജിൽ കോടതി കൊടുക്കുന്ന വരികളുണ്ട്. All the evidences discussed above would show that the explanation put forward by the accused regarding the availability of image in the phone of PW 182 is tenable and admissible. അതായത് ഈ ഒരു ഫോട്ടോസ് അനൂപിൻ്റെ ഫോണിൽ കണ്ടത് സ്വീകാര്യതയും നീതിയുക്തമുള്ള ഫോട്ടോയാണെന്നാണ് കോടതി കണ്ടെത്തിയത്. അല്ലാതെ ഇതൊരു ട്രാൻസ്ക്രിപ്റ്റാണ്, അതും നീതിയുക്തവും സ്വീകാര്യമുള്ളതാണെന്ന് കോടതി കണ്ടെത്തിയത്. ഒരിക്കലും പ്രോസിക്യൂഷൻ പറഞ്ഞതല്ല സത്യമെന്നാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സത്യത്തിൻ്റെതായ ഒരു വിധിയാണ്, ഒരു ജഡ്ജിമെൻ്റാണ്. നമ്മൾ ഓരോ വീഡിയോസും ഇടുമ്പോൾ അത്യാവശ്യം നമ്മൾ ആ ജഡ്ജിമെൻറ്റിനെ പറ്റി ഒരു അറിവുണ്ടായിട്ട് ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇടുന്നതിൽ എനിക്ക് യോജിപ്പില്ല.